നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ബി.ജെ.പി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ അത് പിടിച്ചെടുക്കാനായിട്ട് ഒരു മുഴം മുന്നേ എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ജനുവരി ആദ്യവാരത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികളോട് അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനോടൊപ്പം തന്നെ ജില്ലാ മണ്ഡല തലങ്ങളിൽ അഴിച്ചുപണി നടത്താനും തീരുമാനമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെയും അതാത് ജില്ലാ കമ്മിറ്റികളെയും ഇക്കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കുക തന്നെ ചെയ്യും. എസ് സുരേഷ് ഒഴികെയുള്ള മറ്റു 3 ജനറൽ സെക്രട്ടറിമാരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. BDGSന് നൽകുന്ന സീറ്റുകളിലും വൈകാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്ന ആവശ്യം ബി.ജെ.പി. മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന MT രമേശിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. PK കൃഷ്ണദാസ് കാട്ടാക്കടയിലോ കൂത്തുപറമ്പിലോ ജനവിധി തേടും. തൃശൂർ നഗരഭരണത്തിൽ പങ്കാളിയായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ ഉള്ളൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ മണ്ഡല തലങ്ങളിലെ വലിയ വിഭാഗം നേതാക്കൾ പ്രതീക്ഷയൊത്ത് വലിയ രീതിയിൽ ഉയരാതെ ഇരുന്നതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വിജയം ബി.ജെ.പിക്ക് ഉണ്ടാകാതെ ഇരുന്നത് എന്നൊരു വിലയിരുത്തലുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 ഇടത്താണ് ബി.ജെ.പി. അതീവ ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിൽ 10 ഇടത്ത് വിജയിക്കണമെന്നാണ് കേന്ദ്ര ബി.ജെ.പി. നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കോർപ്പറേഷൻ കൗൺസിലറായ R. ശ്രീലേഖ വട്ടിയൂർക്കാവിലും മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കണിക്കൊണ്ടത്ത് ബി. മുരളീധരനെ മത്സരിപ്പിക്കാനാണ് നീക്കം. കൂടാതെ തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാറും തൃശൂർ അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ MT രമേശും പാലക്കാട് K. സുരേന്ദ്രനും കായംകുളത്ത് ശോഭ സുരേന്ദ്രനും തിരുവല്ലയിൽ അനു ആന്റണിയും പാലയിൽ ഷോൺ ജോർജും ചാത്തന്നൂരിൽ B. ഗോപകുമാറും ആറന്മുളയിൽ കുമരൻ രാജശേഖരനും മഞ്ചേശ്വരത്ത് അശ്വിനിയും ആറ്റിങ്ങലിൽ P. സുധീറും ചിറയൻകീഴിൽ ആശാനാഥും കാഞ്ഞിരപ്പള്ളിയിൽ നോബൽ മാത്യു എന്നിവർ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഇപ്പോൾ ജനുവരിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു ഡമ്മി മന്ത്രിസഭ തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രചാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ജോലികളും ബി.ജെ.പി. ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. അതായത് കൃത്യമായി തന്നെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബോധ്യപ്പെടുത്തിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ഒരു മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുമെന്നടക്കമുള്ള ഒരു കൃത്യമായ നീക്കങ്ങൾ അത് ഓരോ ജനങ്ങളിലെയും എത്തിക്കാൻ വേണ്ടി ഒരു ഡമ്മി മന്ത്രിസഭ തന്നെ ബി.ജെ.പി. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.